രാവിലത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. അടുക്കളയിൽ കയറിയ ആദ്യം ചെയ്യുന്ന ജോലി ചോറ് വെക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം, അരി കഴുകാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കെറ്റിലിൽ. മട്ടരി ആയതുകൊണ്ട് കുറച്ച് നേരം ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ട് പിന്നെ അത് ചൂടാറിയ ശേഷം നല്ല വെള്ളത്തിൽ പച്ചവെള്ളത്തിലാണ് കഴുകാറാണ് കേട്ടോ. അപ്പോൾ അരിയുടെ ബക്കറ്റ് അടുക്കളയിൽ വെക്കാനുള്ള സ്ഥലമില്ല, വലിയ ബക്കറ്റ്. അപ്പോൾ കബോർഡിൻ്റെ ഉള്ളിൽ കൊള്ളില്ല, അപ്പോൾ റൂമിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതൊക്കെ എടുക്കാൻ പോയിട്ട് അരിയൊക്കെ എടുത്ത് വന്നിട്ട് വെള്ളം തിളച്ച വെള്ളം അതിലേക്ക് കുറച്ച് നേരം ഒഴിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ചൂടാറിയ ശേഷം കഴുകുക. പിന്നെ നേരെ നിസ്കരിക്കാൻ പോയി. അപ്പോൾ ഇന്ന് മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്, ചോറിൽക്കും പുട്ടിൽക്കൊക്കെ. അപ്പോൾ മീനൊക്കെ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരിയുടെ വെള്ളത്തിൻ്റെ ചൂടൊക്കെ പോയപ്പോൾ നന്നായി കഴുകിയെടുക്കുക കേട്ടോ. അല്ലാതെ സാധാ ഡയറക്റ്റ് പച്ചവെള്ളത്തിൽ കഴുകുമ്പോൾ ഇതിന് വഴുവഴുപ്പുള്ള പോലെ തോന്നിട്ടാ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ അരിയാകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഫിൽറ്റർ ചെയ്ത് നിറച്ചിട്ട് അത് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് മൂടിയിട്ട്. ഒരു 15 മിനിറ്റാണ് കണക്ക്. 15 മിനിറ്റ് ആയ വിസിൽ വരും, പിന്നെ ഓഫ് ചെയ്യുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടിലേക്കുള്ള പൊടിയൊക്കെ എടുത്തിട്ട് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കുക. എന്നിട്ട് 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ പുട്ട് നനച്ച പാകമായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ചോറിലേക്ക് മത്തനരിശ്ശേരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള മത്തങ്ങയും തേങ്ങയൊക്കെ ഇന്നലെ രാത്രിയിൽ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ ഓൾറെഡി കട്ട് ചെയ്തിട്ട് ക്ലീനാക്കി മീനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞ് നന്നായി കഴുകിയെടുക്കുകയാണ്. പിന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ രാവിലെ എല്ലാവരും കഴിക്കുന്നതാണ് കേട്ടോ ഇവിടെ. പിന്നെ പുട്ടിന് പൊടിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അതൊക്കെ തേങ്ങയും പൊടിയൊക്കെ കൂടിയിട്ട് പുട്ടുകുറ്റിയിൽ നിറക്കുകയാണ്. ഇനി ഇത് വെക്കണം. അപ്പോൾ അതൊക്കെ ഫുള്ളായി നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു സ്റ്റവിൽ ഒരു കുക്കറിൽ ചോറ്, ഒരു കുക്കറിൽ മുട്ട, ഒന്നിൽ പുട്ട് അങ്ങനെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ മീൻകറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. തേങ്ങ വറുത്തരച്ച് മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് തേങ്ങ ഒക്കെ ഓൾറെഡി ഇന്നലെ രാത്രിയിൽ വറുത്ത് വെച്ചിട്ട് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുറത്തെടുത്ത് വെച്ച് തണുപ്പ് പോയപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ മീൻ കറിക്കുള്ളത്. തക്കാളിയും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ട് പിന്നെ തേങ്ങ അരച്ചത് ഒഴിച്ചിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റവിൽ വെക്കുക. തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ തേങ്ങ അരച്ച മീൻ കറി ഉണ്ടാക്കാറ് ഞാൻ. പിന്നെ ആ തക്കാളിയൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ നീരൊക്കെ നന്നായി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പച്ചമുളക് ഞാൻ പിഴിഞ്ഞില്ല, കാരണം നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ കൈ നീറൊന്ന് പേടിച്ചിട്ട്. പിന്നെ നേരെ പോയിട്ട് കുട്ടികളൊക്കെ വിളിച്ചിട്ട് അവരെ കുളിപ്പിച്ച് കൊടുത്തു, പല്ല് തേച്ച് അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവർ രാവിലെ എണീറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ എന്നുള്ളതാണ്. രാവിലത്തെ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ യൂണിഫോം ഇടലാണത്. അപ്പോൾ ഈ ബെൽറ്റ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെ കയറ്റി കൊടുക്കുകയാണ്. ഞാനിത് തലേന്ന് തന്നെ അതിൽ ഇട്ട് വെക്കാറുണ്ട് ബെൽറ്റ്, പക്ഷെ ഇന്നലെ ഇട്ടില്ല. ഇപ്പോൾ രണ്ടാളും മാറ്റിലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ പോവാൻ ഇറങ്ങി, രാവിലെ കൊണ്ടുപോയി കൊടുക്കാറാണ് കേട്ടോ. അപ്പോൾ താഴത്തെത്തി പോവാൻ നോക്കുകയാണ്. പിന്നെ ഇതാ സ്കൂളിലെത്തി. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ ആക്കിയിട്ട് തിരിച്ചു പോവുകയാണ്. നടക്കാനായിട്ട് പിന്നെ പോയത്. അപ്പോൾ വീട്ടിലേക്ക് പോണ വഴിക്കുള്ളതാണ് ഈ പാർക്ക്. അപ്പോൾ അവിടെ നടന്നിട്ടാണ് അങ്ങനെ വീട്ടിലേക്ക് പോവാറ്. പിന്നെ അപ്പോൾ കുറച്ചൊക്കെ നടന്നിട്ട് പോവും. പിന്നെ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡ് റൂമിൻ്റെ. അപ്പോൾ കിച്ചൺ എന്ന് പറഞ്ഞാൽ വർക്ക് ഏരിയയുണ്ട് അവിടെ. ഞാൻ റൂമിലെത്തിയിട്ടാണ്. പിന്നെ പുട്ടൊക്കെ ആയിരുന്നു അതിൽ പോകുമ്പോൾ തന്നെ. അപ്പോൾ നേരെ ചായ കുടിക്കാനൊക്കെ ഇരുന്ന്. പിന്നെ മത്തങ്ങ അതൊക്കെ കഴിച്ചു. പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുപയറായിട്ട് വെച്ചത്. വൻപയർ ഇട്ടിട്ടാണ് വെക്കാറ്. അപ്പോൾ ഇന്ന് ചെറുപയർ ഇട്ടു. അപ്പോൾ ചെറുപയർ വെന്ത് കുറച്ചും കൂടി വേവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അടിക്കാൻ നിന്നില്ല. അതിൽ തന്നെ ആ വെള്ളത്തിൽ തന്നെ മത്തങ്ങ ഇട്ടിട്ട് അടിച്ചു. അപ്പോൾ ഇനി പയറും മത്തയും ഒരുമിച്ചുകൊണ്ട് വേവുമല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് കൊടുത്തിട്ടാണ്. എന്നിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് പിന്നെ മൂടി വെച്ചിട്ട് ഒരു 3 വിസിലടിക്കുമ്പോഴത്തേനും റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പിന്നെ വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കിയപ്പോൾ രണ്ടും നല്ല പാകമായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കാണ്ട് തേങ്ങയുടെ അരപ്പ്, തേങ്ങയിൽ ചെറിയ ജീരകവും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൊണ്ട് നല്ല പേസ്റ്റ് പോലെ അരക്കണ്ട, കുറച്ചുകൊണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അരക്കുകയാണ്. തേങ്ങ ഒക്കെ ചിരകി വെച്ചതുകൊണ്ട് ആ പണി ഉണ്ടായിരുന്നു.
പിന്നെ അത് അരപ്പൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതൊന്ന് തൂമിച്ചെടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് അതായി വന്നാൽ നമ്മൾ ഈ മത്തങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് മൂടി വെക്കാം മിക്സാക്കിയിട്ട്. അങ്ങനെ ചോറും കറിയും ഉപ്പേരിയൊക്കെ ആയപ്പോൾ ഈ ചോറാക്കുക കേട്ടോ. കടയിൽ കൊണ്ടുപോകാൻ കടയിൽ അരിസിനും പിന്നെ കടയിലുള്ളവർക്ക് നാട്ടിലുള്ളവരുണ്ട് കടയിൽ. അപ്പോൾ അവർക്കും ഫുഡ് കൊണ്ടുപോകാറുണ്ട് എന്നും. അപ്പോൾ അതൊക്കെ ആക്കുകയാണ്. ഞാൻ ഈ കറി മൊത്തം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് അയിലക്കറി ഇഷ്ടമല്ല. അപ്പം ഞാൻ അതിന് കണക്കാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കറിയൊക്കെ പിന്നെ രാത്രിയിലേക്ക് ചോറ് വേണ്ട, അപ്പോൾ പിന്നെ കറിയുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ടുണ്ട് ആക്കി കൊടുക്കുകയാണ്. പിന്നെ കുട്ടികളും കറിയൊന്നും കൂട്ടില്ല. അപ്പോൾ ഞാൻ കറിയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാറാക്കി കൊടുത്തിട്ടുണ്ട്, ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ആക്കിയിട്ട് അടച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ്, മീൻകറി, മത്തനരിശ്ശേരി, അച്ചാർ അതൊക്കെ ആക്കിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതാ ബാൽക്കണിയിലൊക്കെ ഒന്ന് വന്ന് നോക്കുക കേട്ടോ. അതാണ് താഴത്തേക്കുള്ള വ്യൂ. അങ്ങനെ ചെടികളൊക്കെ ഒന്ന് നോക്കി നിന്നിട്ട് ഇനി പാത്രങ്ങളൊക്കെ കഴുകാണ്ട്. എല്ലാം കഴിഞ്ഞപ്പോൾ അടുക്കളയുടെ അവസ്ഥ ഇങ്ങനെ കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് നേരാക്കി എടുക്കണം. അപ്പോൾ പുറത്തൊരു സിങ്ക് ഉണ്ട് വർക്ക് ഏരിയയിൽ. അവിടെ നിന്നാണ് പാത്രങ്ങളൊക്കെ കഴുകാറ്. അപ്പോൾ പാത്രങ്ങൾ കഴുകിയിട്ട് വെക്കാനുള്ള സ്റ്റാൻഡൊക്കെ അവിടെ തന്നെ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് കഴുകും. അപ്പോൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ പാത്രങ്ങൾ കഴുകുന്നതിൻ്റെ ഇടയിലാണ് ആരിസ് പറഞ്ഞത് ഞാൻ പോവുകയാണെന്ന്. അപ്പോൾ ആരിസിനെ പറഞ്ഞയച്ചിട്ട് അങ്ങനെ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് വീണ്ടും അടുക്കളയ്ക്ക് തന്നെ പോയി. ഇനിയും കുറച്ചുകൂടി പാത്രങ്ങളൊക്കെ കഴുകാണ്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് കേട്ടോ. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് അതാ അവിടെയൊക്കെ തുടച്ചിടുകയാണ്. സ്റ്റൗവും പിന്നെ ചുമരുമൊക്കെ കറി തെറിച്ചിട്ട് അവിടെയൊക്കെ ആയിരുന്നു. അതൊക്കെ തുടച്ചിട്ട് കടുക് പൊട്ടിയതും അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ അതാ തുടക്കലൊക്കെ കഴിഞ്ഞു, പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ അവിടെ ഒക്കെ ഒന്ന് അടിച്ച് വാരിടണം. ഇനിയിപ്പോൾ അടിച്ച് വാരുക, തുടക്കുക അങ്ങനത്തെ കുറച്ച് പണികൾ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം.